ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. നോമ്പിൻ്റെ പ്രാർത്ഥനയിലും ധ്യാനത്തിലും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെ ധ്യാനിക്കുന്ന ഈ ദിവസങ്ങളിൽ തിരുവചനം മനനം ചെയ്യുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ കൂടുതൽ അനുഗ്രഹകരമാക്കും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കൃപയിൽ മുതിരുവാനുള്ള കാത്തിരിപ്പ് എന്ന വിഷയത്തെപ്പറ്റിയാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. വിശുദ്ധ പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവീൻ, അവനെ ഇപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. പത്രോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്താണ് ഇപ്രകാരം ഒരു ആഹ്വാനം സഭ വിശ്വാസ സമൂഹത്തിന് നൽകുന്നത്. 12-13 വാക്യത്തിൽ വിശ്വാസ സമൂഹം എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് പത്രോസ്ലീഹ തൻ്റെ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. തിരുവചനം നമ്മോട് ആവശ്യപ്പെടുന്നു. ഈ നോമ്പ് ദിനങ്ങളിൽ നാം ഭക്തിയും വിശുദ്ധ ജീവനവും ഉള്ളവരായിരിക്കണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. തൊട്ടടുത്ത വാക്യത്തിൽ 13-ാം വാക്യത്തിൽ നാം കാണുന്നത് അവൻ്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനായും പുതിയ ഭൂമിക്കുമായിട്ട് നാം കാത്തിരിക്കുന്നു എന്ന് പറയുന്നു. ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ഏറ്റവും ധന്യതയാർന്ന ജീവിതാനുഭവമാണ് പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുക എന്നുള്ളത്. എന്നാൽ അങ്ങനെയുള്ള കാത്തിരിക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ലക്ഷണങ്ങളിലാണ് പത്രോസ്ലീഹ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ചില പ്രത്യേകതകൾ എടുത്തു കാട്ടുന്നത്. നമ്മുടെ ജീവിതം അവിടെ പ്രത്യേകമായിട്ട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കറയും കളങ്കവും ഇല്ലാത്തവരായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വിശ്വാസ ജീവിതം, ക്രിസ്തീയ ജീവിതം കറയും കളങ്കവും ഇല്ലാത്തതായിരിക്കണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം സമാധാനത്തിൽ വസിക്കുന്നവരായിരിക്കണം, അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നും ആ വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് വീണ്ടും പറയുന്നു, നിങ്ങൾ സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. പ്രിയപ്പെട്ടവരെ, ഈ നമ്മുടെ നോമ്പിൻ്റെ നാളുകളിൽ ഒരു വിശ്വാസ സമൂഹം എന്ന നിലയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ കറയും കളങ്കവും ഇല്ലാത്തവരായി, സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാത്തവരായി കാണപ്പെടണമെന്നുണ്ടെങ്കിൽ എന്തു വേണം എന്നാണ് പത്രോസ് തൻ്റെ ഈ അവസാന വാക്യങ്ങളിൽ ഓർമ്മിപ്പിക്കുന്നത്. കൃപയിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുക എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ കൃപ എന്നതും കൃപയിൽ വളരുക എന്നതും 2 അർത്ഥതലങ്ങളെ പ്രതിപാദിക്കുന്നതാണ്. ദൈവത്തിൻ്റെ കൃപ അനന്തമാണ്, ആദ്യം മുതലുള്ളതാണ്, അളവറ്റതാണ്, പരിധികൾ നിശ്ചയിക്കാൻ കഴിയാത്തതാണ്. ആ ദൈവത്തിൻ്റെ കൃപയിലേക്ക് ഒരു വിശ്വാസി വളരുക എന്നുള്ളതാണ് ഈ ധ്യാന ദിവസങ്ങളിൽ, നോമ്പിൻ്റെ ദിവസങ്ങളിൽ നാം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഒരു ശിശു പ്രകൃതിയാ ജനിക്കുമ്പോൾ അവൻ വളരുന്നില്ല എങ്കിൽ മരണ അവസ്ഥയിലേക്ക് പ്രവേശിക്കും. എന്നാൽ വളരുന്നു എങ്കിൽ അവൻ ജീവന്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കും. ഇത് തന്നെയാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചും. അവൻ്റെ വിശ്വാസ അനുഭവത്തിൻ്റെ വളർച്ചയിൽ കൃപയിൽ വളർന്നു വരേണ്ടത്, മുതിർന്നു വരേണ്ടത് വളരെ ആവശ്യമാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യത്തിൽ നമ്മുടെ ലോകരക്ഷിതാവായ ക്രിസ്തുവിനെ, യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്നതും അപ്രകാരം തന്നെയാണ്. യേശു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. കൃപയിൽ മുതിർന്നു വരുന്ന ജീവിത അനുഭവമാണ് ക്രിസ്തുവിൻ്റെ വളർച്ചയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ക്രിസ്തുവാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ മാതൃക, ക്രിസ്തുവിന് കാണിച്ചു തന്ന കൃപയിലുള്ള വളർച്ച വിശ്വാസ സമൂഹത്തിൻ്റെയും ജീവിതത്തിൻ്റെ വളർച്ചയിൽ ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിയുമ്പോൾ അത് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്: ഗോഡ്സ് ഗ്രേസ് ക്ലിയേഴ്സ് അവർ പാസ്റ്റ്, എംപവേഴ്സ് അവർ പ്രസൻറ്റ് ആൻഡ് ഗ്യാരൻറ്റീസ് അവർ ഫ്യൂച്ചർ. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ഇന്നലകളെ വെടിപ്പാക്കുന്നതാണ്, നമ്മുടെ ഇന്നുകളെ ശക്തീകരിക്കുന്നതാണ്, നാളുകളെപ്പറ്റി നമുക്ക് ഉറപ്പുള്ളതാക്കുന്നതാണ്. അതുകൊണ്ട് ദൈവകൃപയിൽ അനുദിനം വളരുക എന്നത് വിശ്വാസ ജീവിതത്തിൻ്റെ ആവശ്യമാണ്. ദൈവിക പരിജ്ഞാനവും അതോടൊപ്പം നമുക്ക് ഉണ്ടാകണം. ദൈവിക പരിജ്ഞാനം എന്നത് ദൈവത്തോടുള്ള
ദൈവത്തെ പറ്റിയുള്ള അറിവാണ്. ദൈവത്തോട് ചേർന്ന് നടക്കലാണ് ദൈവിക പരിജ്ഞാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ നാളുകളിൽ ദൈവത്തിൻ്റെ കൃപ അമിതമായി അനുഭവിക്കുക എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കൃപയിൽ അമിതമായി വളരാനായിട്ടുള്ള, മുതിർന്നു വരുവാനായിട്ടുള്ള നമ്മുടെ ആഗ്രഹം ഒരു സമർപ്പണമായി ദൈവസന്നിധിയിൽ രൂപപ്പെടുത്തുവാനും തിരുകൃപ അനുഭവിച്ചുകൊണ്ട് വരും നാളുകളിൽ നമുക്ക് ധന്യമായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.